പങ്കാളത്തി ഇവിടെ കുത്തിപ്പൊക്കി കൊണ്ടുപോകണ ഒരു കൊച്ചു ആ കേങ്ക അവിടെ ചാലിൽ വെള്ളം പറ്റിക്കുകയാണ്. ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. ഒന്ന് സഹായിച്ചു കൊടുക്കാം. വാ. അവൻ ഇത്ര രാവിലെ പോണോ? അത് വെളുപ്പിന് പോകാതെ മീൻ പിടിക്കാൻ പറ്റുവാ? ഓ സൂര്യൻ നോക്കിയല്ല ഭംഗിയാ. ആ അതാണ് പറയണത്, രാവിലെ എഴുന്നേക്കണോന്ന്. അങ്ങനെയൊക്കെ എഴുന്നേറ്റാലേ രാവിലെയുള്ള ഭംഗിയൊക്കെ കാണാൻ പറ്റൂ. അതിനേലും നല്ലൊരു ഭംഗി ഇനിയും ഞാൻ കാണിച്ചിരുന്നു. നീ വാ. വട്ടം ചവിട്ടിപ്പ്. അയ്യോ എന്തോരം കൊക്കാലേച്ചാൻ വരികണ. നീ കൊക്കിരിയാണോ കണ്ടത്? ഈ മീനിനൊന്നും കാണുന്നില്ലേ? നീ വാ. അതെന്തുകൂടെ നിങ്ങൾ രാവിലെ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പഴാണ് വന്നത്? അത് ഇതെഴുന്നേക്കണ്ടേ? അവളെന്താ ചെളിയിലിടുമ്പോ ചേച്ചി? അവളെ ചെളിയിലേക്ക് പിടിച്ചോ. അതെ രണ്ട് മീനും പിടിച്ചിട്ട് വരത്താ. അവളെ പിടിച്ചാൽ ചെളിയിലേക്ക് ഇട്. അപ്പൊ മീനും പിടിച്ചോണ്ട് വരും. നമുക്ക് തിരിഞ്ഞെടുക്കാം. രണ്ട് ചെകിടം കളാഞ്ച കിട്ടിയാണ്. എത്ര കിലോ ഉണ്ട്? 10 കിലോ കാണോ? 20 കിലോ കാണോ? 5 കിലോ 6 കിലോ ഉണ്ടോ? രണ്ടെണ്ണം ഉണ്ട് ഇതുകൊണ്ട്. ഇറങ്ങി പിടിച്ചോ. 2 കാളാഞ്ചൂടി കിടപ്പുണ്ട്. ഇനി അതിനെ കെട്ടിപ്പിടിക്കാൻ പോണ. അതിനോട് ഇട്ടിട്ടും മീനെ പിടിക്കാൻ നോക്കും. ഇപ്പൊ പോയാന് അവിടെ പോയി 3-4 മീനിനെ പിടിക്കാൻ പണി. എനിക്ക് ഭയങ്കര ഇഷ്ടം. നീ വന്നില്ലേ? അല്ലേ പിടിക്കുമ്പോൾ ഇച്ചിരി വലിയ മീനെ നോക്കി പിടിച്ചോട്ടാ. ആണോ? പിടിക്കേനാ. അങ്ങോട്ട് പോയി. അത് പോയി. അങ്ങനെ പോകുന്നില്ല. ഇത് കണ്ട അതിനിടയിൽ ഒരു കക്ക വന്നുണ്ട്. കക്കയും വീണിട്ടുണ്ട് ഇവിടെ. ഞാൻ കഴുകട്ടെ. നീ എന്റെ കാലം നിറച്ച് ചെളിയേ. നീ എന്തെടുത്തിട്ടാണ് ചെളിയായത്? അവിടെ നിറച്ച് ചെളിയല്ലായിരുന്ന? അവിടെ തലയും കുത്തി വീഴരുത്. കുമ്പിട്ട് നിന്ന് കാല് കഴുകടി. ഇങ്ങോട്ട് നോക്കിക്കേടി. എന്ത് ഭംഗി ഇതിരുതിനെ കാണാൻ. ഓ കാണാൻ വലിയ ഭംഗിയൊന്നും. പിന്നെ എന്തിനാ ഭംഗിയുള്ള? തിന്നാനുണ്ടാകുമല്ലേ ഭംഗി? തിന്നാൻ കുറച്ച് ടേസ്റ്റ് ഒക്കെ ഉണ്ട്. തിന്നാനൊക്കെ ഭംഗിയുണ്ടല്ലേ? കാണാൻ ഭംഗിയില്ല. കൊള്ളാം. നിവി എന്താ അച്ചാമ്മേ? ആ കറിച്ചട്ടിക്ക് എടുത്തിട്ട് വന്നേ.
അല്ലെങ്കിൽ അച്ചാമ്മക്ക് ഇതാ വിളിച്ചപ്പോ തന്നെ പറയാൻ പാടില്ലായിരുന്നു. ഇനി രണ്ടാമത് പോണ്ടേ? തിരുവനന്തപുരത്ത് പോകണമല്ല ചട്ടി എടുക്കണമെങ്കിൽ. നമുക്ക് തിരുവനന്തപുരത്ത് പോണ്ടേ, അതെങ്കിൽ അച്ചാമ്മക്ക് ചെന്ന് എടുക്കായിരുന്നില്ലേ? മടിയല്ലാണ്ട് പെങ്കൊച്ചിന് വേറെ ഒന്നുമില്ല. എന്നാ ചട്ടി തട്ട് വെക്കാം അമ്മേ. എടീ, പെൺപിള്ളേരായാലേ ഇത്രയും മടി പിടിച്ചിരിക്കാൻ പാടില്ല. ഓ പിന്നെ നീ കണ്ട ഞാൻ അവിടെ വന്ന് എന്തോരം മീനിനെ പിടിച്ച്. എന്ത് 3-4 കുഞ്ഞു കരിമീനെ പിടിച്ചതാ. ഞാൻ വല്ലതുമായിരുന്നെങ്കിലേ വലിയ കാളാഞ്ചിനെ പിടിക്കുള്ളായിരുന്നു. എന്നാ പിന്നെ നിനക്ക് പിടിക്കാൻ മേലായിരുന്നു. അതെങ്ങനെ ആ ചേട്ടന്മാരെല്ലാരും ആ കാളാഞ്ചിനെ മൊത്തം പിടിച്ചോണ്ട് പോയില്ലേ, പിന്നെ ഞാനങ്ങനെ പിടിക്കാൻ? വെള്ളത്തിൽ കാല് കഴുകാൻ ഇറങ്ങാത്തവളാണ് കാളാഞ്ചിനെ പിടിക്കാൻ. ഞാൻ പുറകാട്ട് നോക്കുമ്പോൾ നിവി കാണിയില്ല. എന്തേ നിവിനെ നോക്കാം കാളാഞ്ചി നിവിനെയും കൊണ്ട് പോയേനെ. ഓ കാളാഞ്ചി പിടിക്കാൻ നടക്കും. അച്ഛമ്മക്ക് കാളാഞ്ചി എടുത്തോണ്ട് വന്നാ പോരായിരുന്നു? കാളാഞ്ചി? ആ വലിയ കാളാഞ്ചി. അല്ല ഈ തിരുത് എങ്ങനെ, ടേസ്റ്റ് ആണോ? എടി തിരുതല്ലടി മീനിൽ ടോപ്പ് മീന്. ഒന്ന് കഴിച്ച് നോക്കണ്ടേ, നല്ല സൂപ്പർ മീനാണ്. ഞാനീ തിരുത് ഇതുവരെ കഴിച്ചിട്ടില്ലെന്നേ. കഴിക്കാനല്ലേ ഞാനിത് എടുത്തോണ്ട് വന്നത്. കഥ പറഞ്ഞിക്കാണ്ട് പോയിച്ച് തേങ്ങ ചന്തിക്കൊണ്ട് പോവാം. അപ്പോൾ അതാ ചെയ്യുള്ളൂ. കറിവെച്ച് തരാം ചെല്ലി. തേങ്ങ മാത്രം ചെല്ലിയാൽ മതിയാ? ആ ബാക്കി പിന്നെ പുളിയൊന്നും വേണ്ടേ? അതൊക്കെ പിന്നെ ചെയ്യാം. തേങ്ങ ചന്തിക്കൊണ്ടുവാ. ദേ അച്ചാമ്മിങ്ങോട് നോക്കിയതേ, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മാങ്ങ കൂട്ടാണ്ട് ദേ വേപ്പിലയില്ലേ, വേപ്പില അടർത്തി വരെ വെച്ചിട്ടുണ്ട്. ദേ തേങ്ങ അരച്ചും വെച്ചിട്ടുണ്ട്, പാലും ഉണ്ട്. ഇനി ഞാനൊരു പണിയും ചെയ്തില്ല എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്ത് തന്നെ ഒരു നല്ല മുഴുത്ത കഷ്ണം നോക്കി തന്നോണം പോരെ? അത് അച്ചാമ്മാരുണ്ട്, അത് ഞാൻ എടുത്ത് കഴിച്ചു. എനിക്കറിയാം. ആ എടുത്ത് കഴിക്കും. പോക. ആ ഇങ്ങനെ പോച്ചാണ് ഉണ്ടാക്കി തന്നത്. ആ ഇപ്പൊ പോവേണല്ലേ? തിരുതമീനത് എപ്പോഴും കിട്ടാത്ത? അവൻ ഭയങ്കര ചാട്ടക്കാരനാണ്. ഇവിടെ ഇട്ട കിഴക്കിയൊന്ന് നോക്കണം. അങ്ങനത്തെ ഒരു ചാട്ടക്കാരൻ മീനാണ്. വലയൊക്കെ ഇട്ട വലയൊക്കെ പൊളിച്ചു പോകും. ചാടും ഇത് നല്ലോണം. പിന്നെ ഇതുപോലെ മുട്ടടിച്ച് പറ്റിക്കണടുത്തും വീശി പിടിക്കണതൊക്കെ കിട്ടി. ഈ മുടിപത്രല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ പോയിട്ട് വന്നപ്പോൾ ആ വിലാസിന് ഒരു തിരുതയും കൊണ്ടുവന്നു. വേറെ മീനുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവളോട് ചോദിച്ചേടി ആ തിരുത കൊടുക്കണമെന്ന് ചോദിച്ചു. അയ്യോ അത് തരികയല്ലോ, ഒരാൾക്ക് കണ്ടുവച്ചേക്കാണ്. ഞാൻ പറഞ്ഞു കണ്ടുവച്ചെങ്കിൽ എന്താ, ഞാൻ കാശില്ല തന്നെയെന്ന് പറഞ്ഞു.
ഇത് അങ്ങനെയല്ല, എന്താ നമ്മൾ കുറച്ചേ കൊടുക്കുള്ളൂ എന്ന് പറയേണ്ട ആൾ അങ്ങനെയല്ല, അവർക്ക് വെച്ചങ്ങനെ. പക്ഷെ ഇന്ന് അവളെങ്ങാനും എൻ്റെ കണ്ണു മുമ്പിൽ കണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കി കാണിച്ചത്, എടി നോക്ക് തിരുതിയെന്നും പറഞ്ഞ് പൊക്കി കാണിച്ചു കൊടുത്തേ ദേഷ്യം വന്നു പോയി. മാനേ മധുരക്കരുമ്പേ ഈ തേനെ മദന കുഴമ്പേ മലർത്തേനെ വന്നു നിന്നോട്ടെ നീ തെല്ലു നിന്നോട്ടെ. തെറ്റാണ്. ഇങ്ങനെ ആരും കാശ് മേടിച്ചിട്ടില്ലല്ലോ പാടണേ, എൻ്റെ ഇഷ്ടത്തിനാണ് പാടണം. നീച്ചു നല്ലോണം പാടുവോ? ആകെ 2-3 പാട്ടും പാടും, അതെല്ലാം തെറ്റിക്കുകയും ചെയ്യും. എടി ഞാൻ കറക്റ്റായിട്ട് പാടാൻ പാടില്ല. എന്നാ നീ ഒന്ന് പാടിക്കേ. എനിക്കറിയാൻ ആ എന്നാ ചുമ്മാ ഇരിക്കും. ഞാൻ അല്ല പിന്നെ അച്ചാമ്മ വാ, അച്ചാമ്മ ചോറ് കഴിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് വന്നിട്ട് ഞാനും സഹായിച്ചു തരാം. വാ കൊച്ചു കഴിക്ക്, ഞാൻ വരാം. അച്ചാമ്മയും കൂടി വന്നിട്ട് ഞാൻ കഴിക്കാം. വാ ഒരുമിച്ച് കഴിക്കാം. അച്ചാമ്മക്ക് തല വേണം നടുക്കഷ്ണം വേണോ? ആ എനിക്ക് തലക്കഷ്ണം പോയി വെച്ചേ. കൊച്ചു കള്ളി, എനിക്കറിയാം അച്ചാമ്മക്ക് തലക്കഷ്ണം തന്നെ വേണ്ടി വരുമെന്ന്. കറി നല്ല ശരിക്കും കുറുകിയിട്ടുണ്ടല്ലേ അച്ചാമ്മ? എങ്ങനെയുണ്ട് കറി? ഞാൻ പഠിപ്പിച്ചെന്ന പോലെയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൊള്ളാം. നീ പഠിപ്പിച്ച പോലെ കുച്ചുമ്പോ കുഞ്ഞാരുമായിരിക്കും. മീനാണല്ലേ? തിരുതയുടെ തല, തിരുതക്കറി വെക്കുമ്പോ തിരുതയുടെ തല തന്നെ കൂട്ടണം. അതിനെന്താ ഒരെണ്ണം കൂടി ഇരിപ്പണ്ടല്ലോ, ഞാൻ എടുത്ത് കഴിച്ചോളാം. ഓഹോ കഴിച്ചോ? അല്ല ചാമ, സാധാ ഏപ്രിലൊക്കെ അല്ലേ ഇത് വറ്റിക്കണത്? പിന്നെന്താ ഈ മാസം വറ്റിച്ച? അടുത്ത മാസമൊക്കെ ആകുമ്പോഴേ എല്ലാ ചാലും പറ്റിച്ച് മീൻ കൂടുതൽ കയറി വരുമ്പോൾ വില കിട്ടുകയില്ല. ചിലപ്പോൾ അതായിരിക്കും അവർ കയറ്റി വീശി വെക്കണത്. പിന്നെ എല്ലാ മീനും കൂടി കയറി വരുവേ.